ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് പ്ലസ് വൺ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റോസ്റ്റർ ഫോമിന്റെ ഒരു ഐഡിയ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ 2 ആണ്. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് നമ്മൾ റോസ്റ്റർ ഫോമിലൊക്കെ എഴുതുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്തുവാണ്, അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. സെറ്റ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബ്ലർ ഫോം, പിന്നെ ഉള്ളത് സെറ്റ് ബിൽഡർ ഫോം ആണ്. സോ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്തുവാണ്, എങ്ങനെ എഴുതേണ്ടതെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം. എക്സാമ്പിൾ 2, റൈറ്റ് ദ സെറ്റ് എന്നിട്ടിട്ട് നമ്മുടെ ആ ബ്രേസസ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുക, കേർലി ബ്രാക്കറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുവാണ്. എന്നിട്ട് ഇവിടെ എക്സ് എന്നിട്ടിട്ട് ഒരു കോളൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു എക്സ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഇത് വായിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ലെസ് ദാൻ 40. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിന്റെ മീനിങ് എന്തുവാ നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വായിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റ് ഇല്ലേ, ഈ ഒരു ബ്രാക്കറ്റിനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ. എങ്ങനെയാണ് വായിക്കുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ. ഇനി ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത ഈ ഒരു കോളൻ ഉണ്ട്. കോളനെ നമ്മൾ കോളൻ എന്നല്ല വായിക്കുന്നത്, അതിനെ വായിക്കുന്നത് സച്ച് ദാറ്റ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 40. അല്ലെ, ഇത് ലെസ് ദാൻ്റെ സൈൻ ആണല്ലേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ദ സെറ്റ് ഓഫ് ഓൾ x such that x is a positive integer and x square is less than 40. അല്ലേ? അപ്പൊ ഏകദേശം നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിനെ എങ്ങനെ വായിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇതിനെ നമുക്ക് പറഞ്ഞേക്കുന്നത് ഇതാണ്, ഇൻ ദ റോസ്റ്റർ ഫോം. അപ്പൊ നമ്മൾ ഈ സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാനായിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് റോസ്റ്റർ ഫോമിൽ എഴുതിയാലോ, നോക്കാം. നമുക്കിവിടെ രണ്ട് കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ ഇൻറ്റിജർ എന്തുവാണെന്നുള്ളൊരു ഐഡിയ ഒന്നുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തുവായിരുന്നു ഇൻറ്റിജർ? ഇൻറ്റിജർ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സും സീറോയും നെഗറ്റീവ് നമ്പേഴ്സും എല്ലാം കൂടെ വരുന്നതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അത് എടുത്ത് പറയുന്നുണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പൊ എന്ത് വരത്തില്ല, നമ്മുടെ നെഗറ്റീവ് വരത്തില്ല, സീറോ ഒന്നും വരത്തില്ല. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ അല്ലെ. അപ്പൊ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് നമുക്കിവിടെ ആവശ്യം. അപ്പൊ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ എന്തോ പറഞ്ഞേക്കുന്നത്, ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 40. അപ്പൊ എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 40യെക്കാട്ടും താഴെ ആയിരിക്കണം. അപ്പൊ നമ്മൾ എക്സ് ആണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ എക്സിന്റെ സ്ക്വയർ എത്രയായിരിക്കണം, 40യെക്കാട്ടും താഴെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ. നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയായിരിക്കും വരുന്നത്, 1 വരും അല്ലെ, 2 വരും, 3 വരും, 4 വരും, അങ്ങനെ അങ്ങനെ നമുക്ക് നമ്പേഴ്സ് പോകും അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഇത് ഏതെങ്കിലുമൊക്കെ ആകാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ഞാൻ ബ്രാക്കറ്റ് ഇട്ടേക്കുവാണ്, ഇതല്ല ഇതിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. നോക്കിയേ, ഇവിടെ 1ന്റെ സ്ക്വയർ എത്രയാ, നമുക്ക് 1 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും 1 എടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം, റിക്വയർഡ് നമ്പേഴ്സ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ നമുക്ക് റിക്വയർഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. റിക്വയർഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 വരാം. ഇനി നമുക്ക് 2 നോക്കാം. 2ന്റെ സ്ക്വയർ എത്രയാ, 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 × 2, അതായത് നമുക്ക് 4 ആണ്. സോ 4 എന്ന് പറയുന്നത് 40യെക്കാട്ടും ചെറുതാണ് അല്ലേ. അപ്പൊ നമുക്ക് 2ഉം വരാം. ഇനി നമുക്ക് 3 സ്ക്വയർ എടുക്കാം. 3 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 അല്ലേ, 3 × 3 is 9. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 4 × 4 16. 5 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ, 5 × 5 25 അല്ലെ. ഇതൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ അതൊക്കെ എടുക്കുവാണ്. സോ ലൈക്ക് 2, പിന്നെ എന്തൊക്കെയാ, 3, 4, 5. ഇനിയും നോക്കാം,
6ന്റെ സ്ക്വയർ എത്രയാ? 6 ഇൻറ്റു 6 ഞാൻ ഇവിടെ എഴുതുവാണ്. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ് അല്ലേ? ഇനി 7 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഞാൻ ഈ ഒരു കണ്ടീഷൻ എടുക്കുവാണ്. ഇവിടെ പറയുന്നത് എന്തുവാണ്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എഴുതുവാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ 40 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 7ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 49 കിട്ടി അല്ലേ? 7ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടി? 49 കിട്ടി. അത് ലെസ് ദാൻ 40 ആണോ? ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ? അല്ലല്ലോ. ഇത് വലുതാണ് അല്ലേ? നേരെ തിരിച്ചു വരണം. അപ്പൊ നമുക്ക് 7 എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എവിടം വരെ എടുക്കത്തുള്ളൂ? 6 വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ റിക്വയർഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 to 6 മാത്രമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാ? നമ്മൾ ഇതിവിടെ ഒരു കേർലി ബ്രേസസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പൊ നമ്മുടെ ഇത് എന്തായി? റോസ്റ്റർ ഫോമിൽ സെറ്റായി. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ. നിങ്ങളിങ്ങനെ എഴുതുക, ഇൻ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആൻസറും കൂടെ എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് അങ്ങ് കണ്ണുടച്ചങ്ങ് ചെയ്യാനേ ഉള്ളൂ. എന്നാലും എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓരോരോ എക്സസൈസും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പക്ഷേ ബേസിക്കലി നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു 5 എക്സാമ്പിൾസ് ആണുള്ളത്. ഈ 5 എക്സാമ്പിൾസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സസൈസ് 1.1 നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ 3 ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എല്ലാ ക്വസ്റ്റ്യൻസും. സോ പ്ലേലിസ്റ്റ് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ കണ്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.